RLV രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കലാമണ്ഡലം സത്യഭാമ CPM-കാരിയാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. വിവാദത്തിലായപ്പോൾ സത്യഭാമയെ BJP-കാരിയാക്കാൻ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിലായിരുന്നു സുരേന്ദ്രന്റെ ഈ പ്രതികരണം. BJP-യിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് CPM കമ്മിറ്റിയുടെ ശുപാർശ കത്ത് ലഭിക്കുക എന്നും സുരേന്ദ്രൻ ചോദിച്ചു. താൻ പ്രസിഡന്റ് ആയതിനു ശേഷം അവർക്ക് അംഗത്വം നൽകിയിട്ടില്ല എന്നും മുൻപ് അംഗത്വം എടുത്തവരിൽ പലരും പിന്നീട് പോയിട്ടുണ്ടെന്നും അതിൽ ഉൾപ്പെട്ട ആളാണ് സത്യഭാമയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റിയുടെ അറിവോടെയാണ് കലാമണ്ഡലം സത്യഭാമയ്ക്ക് പല സ്ഥാനങ്ങളും ലഭിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. സുരേന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. എന്റെ പാർട്ടിയുടെ അംഗമല്ല, CPM-കാരിയാ. ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം, ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം. ഞാൻ പറയണോ ഏത് നേതാവാണ് പറഞ്ഞതെന്ന്? പിന്നെ എന്നെ വെറുതെ അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാത്തതുകൊണ്ടാണ്. ആരാണ് സീറ്റ് അവിടെ ശരിയായി കൊടുത്തതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം, നിങ്ങൾക്കും അറിയാം ആരാണെന്ന്. എന്നിട്ട് അത് BJP ആണെന്ന് എങ്ങനെ പറയുന്നത്? 2019 സർ, ഞാൻ 20 പ്രസിഡന്റ് ആവുന്നത്. എന്റെ കാലത്ത് അങ്ങനെ ഒരാൾ BJP-യിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരാളില്ല. പിന്നെ എനിക്ക് അത്രേ പറയാൻ പറ്റും. മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവർ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിയത്. ഞങ്ങളെ പാർട്ടി മെമ്പർമാർ ആരെങ്കിലും CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കോ? എന്തിനാണ് പ്രശ്നം? അറിയുന്ന കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഞങ്ങളെ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ബ്രാഞ്ച് കമ്മിറ്റി പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്നെ പരിഗണിക്കണം അവര് തന്നെ പറഞ്ഞല്ലേ. ഒന്നാന്തര സകാത്തിയ അത് മറച്ചു വെക്കാൻ ഞങ്ങളെ തലയിലിടുകയാണ്. ഞങ്ങളെ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർ CPM-ൽ പോയി സമീപിച്ചത്. CPM-ന്റെ ഉന്നതനായ ഒരു നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത്. CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിന്റെ കത്തും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ല, അവർ പറഞ്ഞു. ഇപ്പൊ അവര് വിവാദത്തിൽ ചെന്ന് ചാടിയപ്പോ ഈ പോലീസുകാര് അതിർത്തിയിൽ ശവം തള്ളി അങ്ങോട്ട് ഇടുന്ന പോലെ, പോലീസ് സ്റ്റേഷൻ പരിധിക്ക് അപ്പുറത്തേക്ക് ഇടുന്ന പോലെ CPM അപ്പുറത്തേക്ക് ഇടാൻ നോക്കണ്ട. CPM-ന്റെ സ്വന്തം കുഞ്ഞാണ്, അതിനുള്ള പിതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. 2019 BJP-യിൽ അംഗത്വം എടുത്ത ആൾക്ക് എന്തിനാണ് നിങ്ങൾ കത്ത് കൊടുക്കുന്നത്? CPM ബ്രാഞ്ച് കമ്മിറ്റി പരിശോധിച്ചിട്ടല്ലേ കത്ത് കൊടുക്കുന്നത്? ഈച്ച പറക്കാത്ത ബ്രാഞ്ച് കമ്മിറ്റികളല്ലേ. അവർ ശരിക്കും നോക്കൂലേ ഇത് ഏതാ കളറെന്ന്? രക്തപരിശോധന നടത്തിയിട്ടല്ലേ കൊടുക്കുന്നത്. BJP-കാർ കൊടുക്കുവോ? എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്കും കേരളത്തിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് ഒരു കത്തും കിട്ടില്ല. CPM ആണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ബ്രാഞ്ച് കമ്മിറ്റി കത്ത് കൊടുക്കുന്നത്, ഏരിയ കമ്മിറ്റി അത് എൻഡോസ് ചെയ്യുന്നത്, ജില്ലാ കമ്മിറ്റിയുടെ അറിവോടുകൂടി ഉന്നത നേതാവും പൊളിറ്റ് ബ്യൂറോ എത്തിയില്ലെന്ന് തോന്നുന്നു അല്ലേ. അതിനിടെ സത്യഭാമ BJP അംഗത്വം സ്വീകരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. 2019 ജൂലൈ 6 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സത്യഭാമ BJP അംഗത്വം സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. BJP-യുടെ സംസ്ഥാനതല അംഗത്വ ക്യാമ്പിലാണ് സത്യഭാമയ്ക്ക് അംഗത്വം നൽകിയത്. അന്നത്തെ പാർട്ടി അധ്യക്ഷൻ ശ്രീധരൻപിള്ള, അബ്ദുള്ളക്കുട്ടി, MT രമേശ്, സുരേഷ് തുടങ്ങിയ BJP നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ സത്യഭാമ BJP-കാരിയാണെന്നും മറ്റുമുള്ള പ്രചരണങ്ങൾക്ക് കൃത്യമായി തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. 2020 കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകുന്നത്. തന്റെ കാലത്ത് BJP-യിൽ അങ്ങനെ ഒരാൾക്ക് ഒരു പദവിയും കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാന്തരം സഖാത്തിയാണ് സത്യഭാമയെന്നും അത് മറച്ചുവെക്കാൻ തങ്ങളുടെ തലയിലിടുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ BJP മെമ്പർഷിപ്പ് പോയതുകൊണ്ടാണ് സത്യഭാമ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിയതെന്നും വ്യക്തമാണ്. CPM-ന്റെ ഉന്നതനായ നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തതെന്നും വിവാദത്തിലായപ്പോൾ അപ്പുറത്തേക്കിടാൻ നോക്കണ്ട എന്നും കെ സുരേന്ദ്രൻ പറയുന്നു. CPM-ന്റെ സ്വന്തം കുഞ്ഞാണ്, അതിന്റെ പിതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു.